ധനകാര്യ സ്ഥാപനത്തിലെ തിരിമറി. 2 പെൺകുട്ടികളെ എലിവിഷൻ തയ്ച്ചു പറ്റിച്ചു. ഇത് വലിയൊരു വാർത്തയാണ്. ചെറുപ്പക്കാരായ 2 പെൺകുട്ടികളാണ്. 28 വയസ്സും 26 വയസ്സായിട്ടും കുടുംബമായിട്ട് ജീവിക്കുന്നില്ല. സാമ്പത്തികമായ ഒരു തിരിമറി ബംഗാളിലുള്ള ഒരു സ്ത്രീ ഇവർ മുഖേന കാണപ്പെടും. അങ്ങനെയാണ് ഈ കുട്ടികൾ ജീവിതം പൊടിയാൻ തീരുമാനിച്ചത്. വിഴിഞ്ഞത്ത് വെണ്ണൂര് നെല്ലിവിള ജയാപാമിൻ്റെ വിഷ്ണുമോൻ ഭാര്യ അഞ്ചു, മറ്റൊരു കുട്ടി ചാവടി നട രാജയുടെ ഭാര്യ ഐശ്വര്യ, അവർക്ക് 26 വയസ്സ്, മറ്റൊരു 28 വയസ്സ്. 2 പേരും ജീവൻ വഴി. വലിയ സങ്കടകരമായ വാർത്തയാണ് വരുന്നത്. ഈ സംഭവം നടന്നത് ഇവര് സൂര്യ എന്ന ഒരു ഫൈനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരിക്കാണ്. 5 വിഴിഞ്ഞ ശാഖയിലും സൂര്യ അമരവിള ശാഖയിലും ജീവനക്കാരാണ്. വിഴിഞ്ഞ ശാഖയിൽ ജീവനക്കാരിയായ അഞ്ചൂട്ടടുത്ത് അവിടെ 51 വയസ്സുകാരിയായ ശ്യാമള എന്നൊരു സ്ത്രീ കഴിയും. അവരെ ഇവർക്ക് അറിയാവുന്ന തോന്നുന്നു. ശ്യാമള നേരത്തെ പരമോട് സ്വന്തമായ ഫൈനാൻസ് സ്ഥാപനം നടത്തിയ സ്ത്രീയാണ്. 2022 വരെ പരമോട് ഫൈനാൻസ് സ്ഥാപനം അവർ നടത്തിയ സ്ത്രീയാണ്. ഇപ്പോൾ അവർക്ക് 53 വയസ്സായി. അവർ ആ ഫൈനാൻസ് സ്ഥാപനം പിന്നീട് അവർ കൂട്ടി. അതിനുശേഷം ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ സ്വർണം പണയം വെച്ച് എടുക്കാൻ പറ്റാതെ വരുന്നവരെ സ്വർണം എടുത്ത് മറിച്ച് വിൽക്കുന്ന പണിയായി. അതിനെ കുറച്ച് കമ്മീഷൻ ചെയ്തു. അങ്ങനെ സാമ്പത്തികം ഇല്ലാത്തവർ അത് വിറ്റ് പോകുന്ന നോട്ടീസ് വരുമ്പോൾ ഇവരെ സമീപിച്ച് ഇവരത് മറിച്ചു. അപ്പം ഫൈനാൻസ് സ്ഥാപനത്തിൽ പണം അടയ്ക്കുകയും ചെയ്യും, കുറച്ച് പൈസ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. അത് നടത്തിക്കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഇപ്പഴ സ്ഥാപനത്തിൽ ഇങ്ങനെ നടത്തുന്നവരായി കഴിഞ്ഞപ്പോൾ ആ സിന്ധു ഐശ്വര്യയെ അതുപോലെ അഞ്ജുവിനെയും സമീപിച്ച്. അഞ്ജുവിനെയാണ് ആദ്യം സമീപിച്ച്. അഞ്ജുവിൻ്റെ സുഹൃത്താണ് അമരവിടെ സൂര്യ ഫൈനാൻസ് സ്ഥാപനത്തിലെ ജോലിക്കാരി. ഏതായാലും ഇവർ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള സ്ത്രീയാണ്. നിങ്ങളുടെ അവിടെ പണയം വെക്കുന്നത് ഞാൻ റീപ്ലേറ്റ് ചെയ്ത് തരാം. KSFE കുഴപ്പമില്ല, സർക്കാർ സ്ഥാപനമായി സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസസ്. നമുക്കറിയാം KSFE പലരും കൊണ്ട് പണയം വെക്കും. ചെറിയ ഈ പണയം നിൽക്കുന്ന സ്ഥാപനങ്ങളല്ല അവർ റീപ്ലേറ്റ് ചെയ്യും. KSFE അല്ലെങ്കിൽ ഏതെങ്കിലും സൊസൈറ്റിയിലാണെങ്കിൽ അവിടെ തട്ടിപ്പുണ്ടാവില്ല എന്ന് കരുതിയാണ് അവിടെ കൊണ്ടുപോയി റീപ്ലേറ്റ് ചെയ്യും. അപ്പോൾ ഈ പെൺകുട്ടികളുടെ എനിക്ക് പറഞ്ഞു, നിങ്ങളുടെ അവിടെ കുറച്ച് പണം സ്വർണം പണയം വെക്കുന്നവർ എനിക്ക് ഞാൻ അത് റീപ്ലേറ്റ് അതേ പൈസ തരാം, 1% കൂട്ടി മാറ്റിട്ട് ചെറിയ ബെനിഫിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ആ പെൺകുട്ടികൾ അത് സമ്മതിച്ചു. അങ്ങനെ കുറച്ച് പേരുടെ സ്വർണം ഇവരെ ഏൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിച്ചെല്ലാം കൂടെ 70 പവൻ കുഴപ്പമാണ്. അതിൽ ചിലരെ പണയം എടുക്കാൻ വന്നപ്പം വിശ്വാസം വേണം. അവർ പൈസ തന്നു. അത് റീപ്ലേറ്റ് ചെയ്തപ്പോൾ അത് തിരിച്ചെടുത്ത് കൊടുത്താൽ ഇവരുടെ അടുത്ത് സിന്ധുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സിന്ധു പറഞ്ഞ് അതൊക്കെ വിറ്റുപോയി. കാരണം പണയം വെച്ചെടുത്ത സമയത്ത് എടുത്തില്ലെങ്കിൽ വിൽക്കാനുള്ള കണ്ടീഷൻ ഉണ്ടല്ലോ, ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വിറ്റുപോയേക്കുക 70 പവൻ. അത് വിറ്റുപോകേണ്ട സമയമായിട്ടില്ല, പക്ഷെ അവരത് മറിച്ച് വിറ്റു. അതോടുകൂടി ഈ പെൺകുട്ടികൾ ആകെ മനോവിഷമത്തിലായി. സ്വർണം കിട്ടില്ല എന്ന് ഉറപ്പായി. ഏകദേശം എൻ്റെ നമ്മളെ 70 പവൻ പോകും. ഏതായാലും ആ കസ്റ്റമേഴ്സിനെ ഇവർ പലരിൽ നിന്നും വായ്പ വാങ്ങിച്ച് അങ്ങനെ കട്ടിയായിട്ട്, അതേ സ്വർണം കിട്ടാത്തതുകൊണ്ട് ആ തൂക്കത്തിനുള്ള സ്വർണം കട്ടിയായിട്ട് അവർ കൊടുത്തു. അങ്ങനെ അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. പക്ഷേ മാനസികമായ സംഘർഷത്തെയായിരുന്നു. 70 പവൻ എന്ന് പറഞ്ഞാൽ 70 ലക്ഷം രൂപയായി. എങ്ങനെ കൊടുത്ത് ഈ കുട്ടികളാവും? അത് നെല്ലിവിള ജയപാവിലെ വിഷ്ണുമോൻ എന്നയാളുടെ ഭാര്യയാണ്. 5 കുട്ടികളും അയാളൊക്കെ കഷ്ടിച്ച് ജീവിക്കുന്നവരാണ്. 70 പവൻ രണ്ടുപേരുടേത് 35 പവൻ. അതൊന്നും സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയില്ല. ആ പെൺകുട്ടികൾ ഇത് പണം ഉണ്ടാക്കാനും കഴിയില്ല, പണം തിരിച്ചും കിട്ടില്ല.
സിന്ധു എന്ന ആ സ്ത്രീ ഇപ്പോഴത്തെ പണം തരത്തിൽ അവർ ഫ്രോഡാണെന്ന് മനസ്സിലായി. ജീവിതം അവർ ആകെ പ്രശ്നമായി. രണ്ടുപേരും അവന് എലിമിഷം വാങ്ങി കഴിച്ചു. അത് ജ്യൂസിനകത്ത് ചേർത്തൻ രണ്ടുപേരും കഴിച്ചു. അതിനകത്ത് അഞ്ചു ഏതായാലും ആദ്യം തുടങ്ങി. തൊട്ടുപിറകെ ഇതിൽ കണ്ടാത്ത ആരും മരിച്ചെന്നാണ് കുത്തിയ വിവരം. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. സിന്ധുവിനെ വിഴിഞ്ഞപ്പോൾ സാക്ഷി അവരുടെ വീട്ടിൽ നിന്ന് നല്ല ഒളിണ്ടായിരുന്നു. അവരുടെ ദൂരത്തെ വീട്ടിലൂടെ പോയി. ഇതിനകത്ത് ചീറ്റിംഗ് ഉണ്ട്, അബറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഇവരെ സ്വർണ്ണ പണയം വെച്ച് കൂടുതൽ 1% കൂടുതൽ തരാം എന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചു. പോർട്ടൻഡിയായി. അപ്പം മരണത്തിലേക്ക് പ്രേരിപ്പിച്ചതിന് 300 ഒഴിച്ചിട്ടിട്ടുണ്ട്. പോർട്ടൻഡിയുടെ ചീറ്റിംഗും ഉണ്ട്. എന്തായാലും ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. അവർ തട്ടിപ്പിൻ്റെ ഒരു സ്റ്റാറാണ്. ഈ പെൺകുട്ടികൾ ചെറുപ്പക്കാരികളാണ്. അവർ സാമ്പത്തിക ബുദ്ധിമുട്ട് വശമുണ്ടായിരിക്കും 1% വീണു പോയത്. പക്ഷെ ഇങ്ങനെ വെട്ടുക്കുന്ന പണം പലരെയും പറ്റിച്ചിട്ടുണ്ടാവും സിന്ധു. അവർക്ക് സ്വന്തമായിട്ട് ഫൈനാൻസ് നടത്തി വിജയിച്ചില്ല. പിന്നെ അത് പണയം മറച്ചു വെച്ച് പണം വെക്കുന്നവർ എടുക്കാൻ സഹായിച്ചു, അതിലും ജയിച്ചില്ല. ഇപ്പം ഇങ്ങനെ ഇത്ര വയസ്സായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വരുന്ന സ്വർണം ഒരു ഗ്യാരണ്ടി അവർക്ക് കൊടുക്കാതെ അങ്ങ് വിറ്റ് കൂട്ടടിച്ചു നിൽക്കുക. എന്തായാലും 2 കുട്ടികളുടെ ഇവൻ പോയി. ചെറുപ്പക്കാരാണ്, 26, 28 വയസ്സേയുള്ളവർക്ക്. അതുകൊണ്ട് ഇതുപോലെയുള്ള സംരംഭകർ ധാരാളം പേരുണ്ട്. പല സർക്കാരിൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതുപോലെ SC ഫണ്ട് തട്ടിച്ച കുറേ സ്ത്രീകളെ എനിക്കറിയാം. അങ്ങനെ ധാരാളം സംഭവങ്ങളത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ നടക്കുന്നു. സ്ത്രീകളൊക്കെ ഇതിന് മുൻപന്തിയിൽ എത്തിക്കഴിക്കുക. ഇങ്ങനെയുള്ള ചീറ്റിംഗ് ഡേറ്റൊക്കെ നടത്താൻ വളരെയധികം സ്ത്രീകൾ വിദ്യാഭ്യാസമുള്ളവരും അല്ലാത്തവരും പണം സമ്പാദിക്കാനായിട്ട് ഇങ്ങനെയുള്ള മാർഗങ്ങളാണ് ധാരാളം സ്ത്രീകൾ ഇപ്പം സ്വീകരിക്കുന്നത്.